വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അത് കാരണം നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഫർമേഷൻസ് എഴുതുന്നത് എങ്ങനെയാണ്, ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ അഫർമേഷൻസ് ഒന്നും എഴുതാത്ത ഒരാളായിരുന്നു കുറച്ച് വർഷം മുന്നേ. പക്ഷേ കഴിഞ്ഞ ഒരു 5 ഇയേഴ്സൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ഞാൻ അഫർമേഷൻസൊക്കെ ഡെയിലി എഴുതുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം, എന്താണ് അഫർമേഷൻസ്, എന്തിനാണ് നമ്മൾ അഫർമേഷൻസ് എഴുതുന്നത്, ഈ അഫർമേഷൻസൊക്കെ നമ്മൾ എഴുതുന്നത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഫലിക്കുമോ, ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ നമുക്ക് കുറേ വീഡിയോസൊക്കെ കാണാം, നമുക്ക് എന്താഗ്രഹം വേണം അത് നമുക്ക് ഇങ്ങനെ എഴുതി സാധിച്ചെടുക്കാം, നമ്മളുടെ ആഗ്രഹം ഇങ്ങനെ നേടാം. അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി നേടാൻ ഇത് ചെയ്യൂ, ഇങ്ങനെയൊക്കെ കാണും. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം, ഈ നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മൾ കുറേ എഴുതി വെച്ചെന്ന് വെച്ച് അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യുമല്ല. എന്താണ് അഫർമേഷൻസിലൂടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അത് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി അതിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് UK പോകണം, എനിക്ക് ഫ്രാൻസിൽ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു വലിയ ഫേമസ് സിംഗർ ആവണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ അഫേം ചെയ്യുന്നത്. ഞാൻ ഇൻറ്റൻഷനലി അത് എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് അതിൽ ഫോക്കസ്ഡ് ആവും, അല്ലേ? അപ്പോൾ നാച്ചുറലി എന്താ സംഭവിക്കുന്നത്, ഞാൻ അതിൽ ഫോക്കസ്ഡ് ആകുമ്പം അതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസിനെ പറ്റി ഞാൻ തിങ്ക് ചെയ്യും. ഞാൻ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കും. ഞാൻ അതിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഞാൻ കോൺഷ്യസ് ആയിട്ടും സബ് കോൺഷ്യസ് മൈൻഡ് വഴിയും നമ്മളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്സ് അവിടെ വരും. ആ എഫേർട്സാണ് പിന്നീട് ആക്ഷനായിട്ട് മാറുന്നതും ആ ആക്ഷനാണ് പിന്നീട് നമുക്ക് റിസൾട്ട് തരുന്നതും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ അഫേം ചെയ്ത ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ചോദിക്കും, അപ്പം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കും. സത്യം പറയാമല്ലോ, ഈ ഒരു കാര്യം നമ്മളുടെ ആക്ഷൻ്റെ റിസൾട്ടാണ്. നമ്മൾ ഈ അഫേം ചെയ്യുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്, ഒരു സന്തോഷം ഉണ്ടാകും, അല്ലേ? ഇപ്പം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. എനിക്ക് പോയ കുറച്ച് വർഷങ്ങൾ ഞാൻ വേസ്റ്റ് ചെയ്ത സമയം, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ആളിനെ കയറി പ്രണയിച്ചു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, റോങ് ആയിട്ടുള്ള കരിയർ ചൂസ് ചെയ്തു, കോഴ്സ് ചൂസ് ചെയ്തു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിലും എത്രയോ നല്ലതാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുന്നത്. അതായത് എനിക്ക് നല്ല ജോബ് കിട്ടി, എനിക്ക് നല്ല കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റി, എനിക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റി, ഇതൊക്കെ പറയുമ്പോൾ എന്താ, പോസിറ്റിവിറ്റിയാണ് അവിടെ വരുന്നത്. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് പോസിറ്റീവായിട്ടുള്ള വേർഡ്സും സെൻറ്റൻസസുമാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആകും. അപ്പോൾ ഇങ്ങനെയുള്ള അഫർമേഷൻസ് പറയുന്നത് വഴി നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ആളായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഹാപ്പിനെസ് ഉള്ള ഒരു മൈൻഡായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഫർമേഷൻസ് ഒക്കെ കൂടുതൽ ട്രൈ ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എല്ലാം വെച്ച് തരും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്, നിങ്ങൾ പറയുന്ന അഫേം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചുറ്റിനും കൊണ്ടുവരാൻ ഒരു ഫോഴ്സ് ഉണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ആക്ഷൻസ് വഴിയിട്ടാണ് ഈ റിസൾട്ട് എല്ലാം ഉണ്ടാവുന്നത്. പിന്നെ ഇനി എൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ അഫർമേഷൻസ് എഴുതാൻ വേണ്ടി ഞാൻ ഓരോ വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ്. ഇത് ശരിക്കും എൻ്റെ ഡെയിലി പ്ലാനറാണ്. കണ്ടില്ല, ഇത് ഞാൻ 2020 മറ്റോ വാങ്ങിയതാണിത്. ഫ്രണ്ട് പേജിൽ ഒരു അടിപൊളി കോട്ടുണ്ട്, വിൻ ദ ഡേ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, സിമ്പിളായിട്ടുള്ളൊരു ഫ്രണ്ട് കവറ്. ബാക്കിലിത് 2021 ഞാനിത് വാങ്ങിയത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പ്ലാൻസ് എല്ലാം എഴുതാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ട്. അതായത് ടു ഡു ലിസ്റ്റാണ്. കണ്ടില്ലേ, ടു ഡു ലിസ്റ്റ് നമുക്കിവിടെ എഴുതി വയ്ക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, ഒരു ദിവസം ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട്സ് എഴുതണമെങ്കിൽ അത് നമുക്കിവിടെ എഴുതി വയ്ക്കാം. പിന്നെ ഏറ്റവും താഴെ ലാസ്റ്റ് നമുക്ക് നാളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഹൗ ക്യാൻ ഐ മേക്ക് ടുമോറോ ബെറ്റർ, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 4/8/21 എഴുതിയതാണ്. വേക്കപ്പ് ഏർലി, റീഡ് മോർ ബുക്സ്, വർക്കൗട്ട്, അതൊക്കെയാണ് ഞാൻ അന്ന് എഴുതി വെച്ചത്. പിന്നെ ഇവിടെ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ, നമുക്ക് എന്തിനൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗുഡ് ഹെൽത്ത്, മൈ ഫാമിലി,
ഗുഡ് ഫ്രണ്ട്സ്, ടൈം, പിന്നെന്താ ഫ്രീഡം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞാൻ ആ സമയത്ത് എഴുതിയ അഫർമേഷൻസ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഞാൻ ശരിക്കും വീഡിയോയിലോട്ട് വന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഇത് കാണിച്ചു തരുവാണേ. ഗോൾഡൻ സൺറൈസ് ആറ്റ് കൗണ്ട് നൗ. ഇത് നിങ്ങൾ ചെയ്യണം എന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഇവിടെ ഗോൾസ് ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി എഴുതിയിട്ടുണ്ട്. നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട് ഇവിടെ. ഞാൻ വേക്കപ്പ് ഏർലി, ഡ്രിങ്ക് മോർ വാട്ടർ, എക്സസൈസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ലീവ് ചെയ്യേണ്ട ബാഡ് ഹാബിറ്റ്സും എഴുതാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അവിടെ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് പെപ്സി, കൊക്കക്കോള കുടിക്കായിരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കുറയ്ക്കാൻ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ചോക്ലേറ്റ്സ് കഴിക്കുമായിരുന്നു, അത് കുറയ്ക്കണം. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം നല്ല ഉറക്കം വരുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉറങ്ങുമായിരുന്നു. അതിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഉറക്കം വരുമായിരുന്നു, ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി നിർത്തണം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതില്ല കേട്ടോ. ഇപ്പം എൻ്റെ റുട്ടീനിൽ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെയിലി പ്ലാനർ. ഇതൊന്നും അല്ല എൻ്റെ അഫർമേഷൻ ബുക്ക്. എൻ്റെ അഫർമേഷൻ ബുക്സാണ് ഇതാ ഈ 3 ഡയറീസ്. കണ്ടില്ലേ, ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ്. എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ കുറേ ഡയറീസ് ഉണ്ട്. അപ്പം ഈ ഡയറീസ് ഒന്നും വേറെ ആരും യൂസ് ചെയ്തില്ല, ഇവിടെ ഞാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനു വേണ്ടി ഇതൊക്കെ എടുത്തു. ഈ ഒരു ഡയറിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഒരു അഫർമേഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങളൊരു ബിഗിനറാണ് അല്ലേ, നമ്മൾ ഒരു അഫർമേഷൻ ഒന്നും എഴുതിയിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു ബിഗിനർ എങ്ങനെയാണ് അഫർമേഷൻ എഴുതേണ്ടത് എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ കുറേ കാലം മുന്നേ എഴുതിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അനന്തമായ ഈ പ്രപഞ്ചത്തിനും ഇതിലെ സർവ്വചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുത പ്രതിഭാസങ്ങൾക്കും മഴ, കാറ്റ്, പ്രഭാതം, വെയിൽ, സായാഹ്നം, രാത്രി, പൂർണ്ണചന്ദ്രൻ, പ്രഭാത സൂര്യൻ, അസ്തമയ സൂര്യൻ, കടൽ, മലകൾ, പുഴകൾ, മറ്റ് ജലാശയങ്ങൾ, കാട്, നഗരം, ഗ്രാമം, സർവോപരി ഈ പ്രപഞ്ചത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അനന്തമായ ശക്തിക്കും നന്ദി. കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു കാക്കി ഇരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കറിയാതെ ഡിസ്റ്റർബൻസ് ആവുന്നു. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സ്റ്റൈല്. അതായത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരിക. ഞാനിപ്പോൾ ഇരിക്കുന്ന ടെറസിൻ്റെ മുകളിലാണ്. ടെറസിൻ്റെ മുകളിൽ എനിക്കിവിടെ ആകാശം കാണാം. ആകാശം എന്താ, ഈ നേച്ചറിൻ്റെ ഒരു പാർട്ടാണ്. ഒരു മിനിറ്റ്, ഞാൻ ഈ കാക്കയെ ഒന്ന് ഓടിച്ചു വിട്ടോട്ടെ. യെസ്, കാക്കയെ ഞാൻ ഓടിച്ചു വിട്ടു. പക്ഷേ അത് അടുത്ത് തന്നെ വേറൊരു തെങ്ങിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ സൗണ്ട് എനിക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ, അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ എന്താ, പ്രപഞ്ചത്തിന് നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അല്ലേ. നമ്മുടെ ഒരു വിൻഡോയിലൂടെ കൂടെ തന്നെ നമുക്ക് സ്കൈ കാണാൻ പറ്റും. പിന്നെ മരങ്ങൾ, പറന്നു പോകുന്ന ബേർഡ്സ്, പുഴ, കാട്, മല, എന്തിന് ഗ്രാമം, ടൗണ്, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ഫസ്റ്റ് നമ്മളൊരു നന്ദി പറയുക. നമ്മളെപ്പോഴും നന്ദി ഉള്ളവരായിരിക്കുക. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട്, നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളോട്, പക്ഷികളോട്, ജീവനുള്ള എല്ലാത്തിനോടും ജീവനില്ലാത്തവയോട് നന്ദി പറയാം. നിങ്ങൾക്കറിയോ, ഞാൻ എവിടെ താമസിച്ചാലും എനിക്ക് ആ താമസിക്കുന്ന സ്ഥലത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരും. അതിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലും അതുപോലെ നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ ക്ലാസ് റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു സ്ഥലത്തിനോട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് വരും. ഞാൻ അവിടുന്ന് പോരാൻ നേരം ഞാൻ താങ്ക്സ് പറയാറുണ്ട്. ഇത്രയും നാളും എനിക്കിവിടെ അഭയം തന്നതിന്, എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്തതിന് നന്ദി പറയാറുണ്ട്. അങ്ങനെ നമ്മൾ നന്ദി പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു പോസിറ്റീവ് ഫീൽ വരും. പിന്നെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വന്നു ചേരും. അപ്പോൾ നമ്മളൊരു ജേണൽ എഴുതുമ്പം ഫസ്റ്റ് ചിന്തിക്കണം, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അച്ഛനും അമ്മയും, നിങ്ങളുടെ ഹെൽത്ത്, നല്ല കാഴ്ചയുള്ള കണ്ണ്, ചെവി, ഫേസ്, നിങ്ങൾക്ക് സംസാരശേഷി, കേൾവി, നടക്കാനുള്ള 2 നല്ല കാലുകൾ, നല്ല ഡ്രസ്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഫുഡ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്യാഷ്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സൈക്കിള്, സ്കൂട്ടർ, ബൈക്ക്, കാറ്, അതുപോലെ എന്ത് ലാപ്ടോപ്പ്, ഫോണ്, എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ വിസ്തരിച്ചെഴുതുക. അതിനെല്ലാം നന്ദി. അതെല്ലാം തരുന്ന ഈ ഒരു പ്രപഞ്ച ശക്തിക്ക്, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് നന്ദി എഴുതുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നന്ദി പറയാനുള്ളത് അതെല്ലാം നിങ്ങൾ എഴുതുക. ദെൻ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്ന് നിങ്ങൾ
ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഫോറിൻ ട്രിപ്പ് പോകണം, ഒരു കാർ വാങ്ങണം, ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണം. ഒരു സിനിമയ്ക്ക് പോകണം, അതുപോലും ആയിക്കോട്ടെ. എന്താണോ നിങ്ങളുടെ ആ ഒരു ഡ്രീം അത് നിങ്ങൾ എഴുതുക. എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കിട്ടി എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതുക. നിങ്ങൾക്കത് ലഭിച്ചു. ഇപ്പോൾ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്ദി പറയുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുമെന്നാണ്. സോ എൻ്റെ ഒരു തോട്ടിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കിട്ടിയെന്ന് പറയുമ്പം നിങ്ങൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ ഒരു സാധനമുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കളക്ടർ ആവണം, നിങ്ങൾക്ക് കളക്ടർ ആയെന്ന് നിങ്ങൾ വിചാരിക്കുമ്പം നിങ്ങൾ മൈൻഡിൽ ഒരു കളക്ടറിൻ്റെ പവർ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഇൻഹിബിറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ പുറമേ നിങ്ങൾ ആ ഒരു ജോബിലേക്ക് എത്താൻ വേണ്ടി വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുക. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, എല്ലാം നിങ്ങൾ എഴുതുക. അതിനെല്ലാം നന്ദി പറയുക. നിങ്ങളുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ലാസ്റ്റ് ബ്രീത്തിന് പോലും നിങ്ങൾ നന്ദി പറയുക. ലാസ്റ്റ് ബ്രീത്തിന് മുൻപായിട്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു, സാധിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുക. നിങ്ങൾ അതുവരെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും, എല്ലാ നന്മകൾക്കും, അതിപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ആഗ്രഹിക്കാത്തതോ ആയിട്ടുള്ള എല്ലാ പ്ലസ് പോയിൻറ്റ്സിനും നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അനന്തമായ ഈ പ്രപഞ്ചത്തിനും ഇതിലെ സർവചരാചരങ്ങൾക്കും പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുത പ്രതിഭാസങ്ങൾക്കും മഴ, കാറ്റ്, പ്രഭാതം, വെയിൽ, സായാഹ്നം, രാത്രി, പൂർണ്ണചന്ദ്രൻ, പ്രഭാത സൂര്യൻ, അസ്തമയ സൂര്യൻ, കടൽ, മലകൾ, പുഴ, മറ്റ് ജലാശയങ്ങൾ, കാട്, നഗരം, ഗ്രാമം, സർവോപരി ഈ പ്രപഞ്ചത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അനന്തമായ ശക്തിക്കും നന്ദി. ഈ ജീവിതത്തിനും ഈ നിമിഷത്തിനും നന്ദി. ഓരോ ദിവസവും എന്നിലേക്ക് വന്നണയുന്ന ഓരോ അവസരങ്ങൾക്കും നന്ദി. ആയിരം നന്ദി. ആ അവസരങ്ങൾ വിനിയോഗിക്കുവാനുള്ള ആരോഗ്യവും സമയവും മറ്റെല്ലാം നൽകുന്നതിനും നന്ദി. ആയിരം നന്ദി. ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും നല്ല മാതാപിതാക്കളെയും കുടുംബ അന്തരീക്ഷവും നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി. വീണ്ടും ആയിരം നന്ദി. ഓരോ ദിവസത്തെയും എൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവ നിറവേറ്റിത്തരുന്ന ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ചശക്തിക്കും നന്ദി. എൻ്റെ ആഗ്രഹങ്ങളെ തീഷ്ണതയുള്ളവയാക്കി വളർത്തുന്നതിനും അതിനുവേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഉത്സാഹം അനുദിനം എനിക്ക് നൽകുന്നതിനും നന്ദി. ഈ പ്രപഞ്ചശക്തിക്കും നന്ദി. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ പിന്തുടരുന്നില്ല, മറിച്ച് അവ എന്നെയാണ് ഓരോ നിമിഷവും പിന്തുടരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ എന്നിലേക്ക് എത്തിച്ചു തരുന്ന ഈ മഹാപ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി. എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഹാർഡ് വർക്ക് ഒന്നും തന്നെ ഇല്ലാതെ എഫേർട്ട്ലെസ്സായി എന്നിലേക്ക് എത്തിച്ചു തരുന്നതിന് നന്ദി. അവ ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായി വിനിയോഗിക്കാൻ എനിക്ക് സാധ്യമാകുന്നതിന് നന്ദി. ഓരോ സായാഹ്നവും പുതിയ അനുഭവങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മധുരവും കയ്പും നിറഞ്ഞതാണ് ജീവിതമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിന് നന്ദി. എന്നാൽ എൻ്റെ ജീവിതം ഭൂരിഭാഗവും മാധുര്യമേറിയതാക്കി മാറ്റുന്നതിനും നന്ദി. അല്ലലും അലച്ചിലുമില്ലാതെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുന്ന പ്രപഞ്ചശക്തിക്ക് വീണ്ടും ആയിരം നന്ദി. ഓരോ നിമിഷവും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എന്നെ അനുഗ്രഹിക്കുന്നതിനും നന്ദി. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റിയതിനും എല്ലാവരെയും ബഹുമാനിക്കുവാനുള്ള കഴിവും
എനിക്ക് നൽകിയതിന് 1000 നന്ദി. ഒട്ടനേകം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നൽകിയതിന് നന്ദി. ആരാലും ഇഷ്ടപ്പെടുന്ന, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായി എന്നെ മാറ്റിയതിന് നന്ദി. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ, പണം, സമയം, സ്വാതന്ത്ര്യം, സൗകര്യം എന്നിവ നൽകി എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വൈബ്രൻ്റ് ലൈഫ് നൽകി എന്നെ അനുഗ്രഹിക്കുന്നതിന് കോടാനുകോടി നന്ദി. പണവും സ്വത്തും ഐശ്വര്യവും സമ്പത്തും സമാധാനവും സന്തോഷവും എന്നിലേക്ക് ധാരധാരയായി ഒഴുകിയെത്തുന്നതിന് നന്ദി. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ദിനം പ്രതി പണവും ഐശ്വര്യവും കുമിഞ്ഞുകൂടുന്നതിന് നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, രാജ്യങ്ങൾ എന്നിവ എന്നെ ആഗ്രഹിക്കുന്നതിനും അവിടെയെല്ലാം എനിക്ക് പോകുവാൻ കഴിയുന്നതിനും നന്ദി. ഞാൻ മനസ്സിൽ കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും നിറവേറ്റിത്തരുന്ന പ്രപഞ്ചശക്തിക്ക് നന്ദി. ഈ ജീവിതകാലം മുഴുവൻ നന്ദിയുള്ള ഒരു വ്യക്തിയായിരിക്കുവാൻ അനുദിനം അനുഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അനുദിനം ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും, കുറവാണെങ്കിലും ഉണ്ടാകുന്ന നൊമ്പരങ്ങൾക്കും അവയെ മറികടക്കാൻ അനുഗ്രഹിക്കുന്നതിനും നന്ദി, നന്ദി, നന്ദി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ എഴുതിയ അഫർമേഷൻസ് ഒക്കെ എങ്ങനെ എഴുതണ്ടേന്ന് എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോയി. മനഃപൂർവ്വം വൈകിയതും അവോയ്ഡ് ചെയ്തതുമല്ല, കുറച്ച് തിരക്ക് കാരണം വൈകിപ്പോയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. എനിക്ക് ഈ ഒരു അഫർമേഷൻസ് വായിക്കുമ്പോഴും അതുപോലെ ഇത് അഫേം ചെയ്യുമ്പോഴും എഴുതുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് വരാറുണ്ട്. കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു എനർജി കിട്ടാറുണ്ട്, കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അതിന് വേണ്ടി എഫേർട്ട് ഇടാനൊക്കെ ഉള്ളൊരു എനർജി കിട്ടാറുണ്ട്. അതുപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു മൈൻഡ്ഫുൾനെസ് എല്ലാം വരും. നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഫർമേഷൻസ് എഴുതുന്ന സാധന സാമഗ്രികൾ. ഞാനിതൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റും, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഹാപ്പിയായി ജീവിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.